Okay. Here we have to discuss a numerical related to the causality and stability checking of an LTI system. Okay. So the questions will be like this, that is, check the causality and stability of the system whose impulse response is given below. Okay. The question your pattern and h of impulse response h of t is given, that is h of t is equal to e raised to at u of t and a condition that is a less than 0. Okay, so this is a question. So we have to check the stability and causality of this system. Okay, first of all, we can check the stability. Okay, and what is the criterion or what is the condition for a LTI system to be stable? That is, its impulse response h of t must be an absolutely integrable value. Okay, so what is the equation? Integral minus infinity to infinity h of t mod h of t dt should be less than infinity. This is the condition. Okay. So here what we want to do is we have to check the given system h of t is equal to e raised to at u of t is stable or not. Okay. So we have to put the value of h of t in this equation and check that is this value is less than infinity. Okay. So integral e raised to minus infinity to infinity, then എന്ത് ചെയ്യാം, നമ്മുടെ എച്ച് ഓഫ് ടിക്ക് പകരം തന്നിരിക്കുന്ന സിസ്റ്റം ഇമ്പൾസ് റെസ്പോൺസ് എഴുതാം. ഓക്കെ, അതെന്താണ് ഇ റൈസ് ടു എ ടി യു ഓഫ് ടി ആണ്. സോ ഇ റൈസ് ടു എ ടി യു ഓഫ് ടി മോഡ്ലെസ് ഇ റൈസ് ടു എ ടി യു ഓഫ് ടി ഇൻറ്റു ഡി ടി. എന്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? ആ വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കിട്ടിയിരിക്കുന്ന വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താണ്, തന്നിരിക്കുന്ന സിസ്റ്റം എന്താണ്, സ്റ്റേബിൾ ആണ്. അതർവൈസ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, ആൻഡ് ബിഫോർ ദാറ്റ് വേറൊരു കാര്യം ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന സിസ്റ്റത്തിൽ എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എ ടി യു ഓഫ് ടി ഉണ്ട്, ആൻഡ് ഓൾസോ കണ്ടീഷൻ ഇസ് ദാറ്റ് ഈസ് എ ലെസ് ദാൻ 0. ഓക്കെ, എ ലെസ് ദാൻ 0 മീൻസ് എന്താണ്, എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എ ടി യു ഓഫ് ടി ആണ്. ബട്ട് എ ലെസ് ദാൻ 0 ആണ്. സോ വാല്യൂ ഓഫ് എ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ആണ്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന സിഗ്നൽ നല്ല ഡീറ്റെയിൽഡ് എന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇ റൈസ് ടു എ ടി യു ഓഫ് ടിയെ തന്നിട്ടുള്ളൂ എങ്കിൽ എന്താണ്, അത് ഇ റൈസ് ടു എ ടി യു ഓഫ് ടി മാത്രമാണ്. ഓക്കെ, ബട്ട് അവിടെ ഒരു വേറൊരു കണ്ടീഷൻ കൂടി തന്നു, എന്താണ്, ദാറ്റ് ഈസ് എ ഇസ് ലെസ് ദാൻ 0. സോ നമ്മൾ തന്നിരിക്കുന്ന ഇമ്പൾസ് റെസ്പോൺസിനെ ചേഞ്ച് ചെയ്ത് എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടി എന്ന് എടുക്കണം. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഇനി എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നോ ഇഷ്യൂ, വെച്ചാൽ മതി. ബട്ട് ഇമ്പൾസ് ഇവിടെ എച്ച് ഓഫ് ടിക്ക് പകരം ഈ. ഓക്കെ, നമുക്ക് വേറൊരു കാര്യം അറിയാം, എന്താണ്, യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ കൂടി ഉണ്ട് അല്ലെ, യു ഓഫ് ടി ഉണ്ട്. ആൻഡ് യു ഓഫ് ടി ഹാസ് ഓൺലി വാല്യൂസ് in the range of 0 to infinity, 0 to positive infinity. So this limit can be changed to 0 to infinity. അല്ലേ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. ഇറ്റ് ഹാസ് വാല്യൂസ് ഓൺലി ഇൻ പോസിറ്റീവ് സൈഡ്, ദാറ്റ് ഈസ് 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി. സോ ബാക്കിയുള്ള റേഞ്ചിലൊക്കെ അതിന്റെ വാല്യൂസ് 0 ആയിരിക്കും. സോ നമുക്ക് ഈ ഇക്വേഷന്റെ ഈ ഒരു ലിമിറ്റിനെ ചേഞ്ച് ചെയ്തിട്ട്, ഇന്റഗ്രലിന്റെ ലിമിറ്റിനെ ചേഞ്ച് ചെയ്തിട്ട് 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. ആൻഡ് ബാക്കി എന്താണ് അവിടെ ഉള്ളത്, മോഡുലസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി. ഇനി 0 ടു ഇൻഫിനിറ്റി വരെ യു ഓഫ് ടിന്റെ വാല്യൂ എന്താണ്, 1 ആണ് അല്ലേ. സോ അത് എഴുതണ്ട, 1 മാത്രം വെക്കാം, ഇൻറ്റു ഡി ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യേ വേണ്ടുള്ളൂ. എന്താണ് അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എ ടി ഡി ടി. എന്താണ് അതിന്റെ ഇന്റഗ്രൽ, ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എ ടി ഡി ടി എന്താണ്, 1 എ ഇൻറ്റു ഇ റൈസ് ടു എ ടി ആണ് അല്ലേ. സോ ഇവിടെ ഇ റൈസ് ടു മൈനസ് എ ടി ആണ്. അപ്പം 1 മൈനസ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ ടി. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇന്റഗ്രൽ, ഇതുപോലെയാണ് വരിക. ഇ റൈസ് ടു എ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ, ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 എ ഇൻറ്റു ഇ റൈസ് ടു എ എക്സ് ആണ്. സോ ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി ഡി ടി എന്ന് പറഞ്ഞാൽ
1 by minus a into e raised to at ആണ്. ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ആ ലിമിറ്റ് കൂടി അപ്ലൈ ചെയ്യണം. ഓക്കെ, എന്താണ് ലിമിറ്റ്? 0 to infinity ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by minus a into e raised to minus a infinity minus e raised to 0. Okay, upper limit minus lower limit ആണ്. So that is equal to 1 by minus a into e raised to minus a into infinity means e raised to minus infinity, that is 0. And e raised to 0 എന്താണ് അതിന്റെ വാല്യൂ? e raised to 0 means minus 1 ആണ് അല്ലേ? e raised to 0 എന്ന് വെച്ചാൽ എത്രയാണ്? e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, ബട്ട് ഇവിടെ മൈനസ് e raised to 0 ആണ്. സോ ഇവിടെ എന്താണ് വാല്യൂ ഉണ്ടാകുക? ഇൻറ്റു മൈനസ് 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by a. ഓക്കെ, 1 by a എന്ന് പറയുന്ന വാല്യൂ എന്താണ്? വിച്ച് ഇസ് എ വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, 1 by a, ഇവിടെ a ലെസ് ദാൻ 0 എന്ന് പറയുന്നുണ്ട്. 1 by a എന്ന് പറയുന്ന വാല്യൂ എന്താണ്? ഇറ്റ്സ് എ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിട്ടുള്ളൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. ഓക്കെ, സോ ഇതെന്താണ് നമുക്ക് കിട്ടിയൊരു തന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്താണ്? അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആണ് അല്ലേ? ബിക്കോസ് അതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. സോ ഈ സിസ്റ്റം എന്തായിരിക്കും? Therefore, the system is stable. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് സ്റ്റെബിലിറ്റി ചെക്കിങ് ചെയ്യുക. എന്താ ചെയ്യുക? നമ്മൾ ആ സ്റ്റെബിലിറ്റിന്റെ കണ്ടീഷൻ എഴുതുക. എന്നിട്ട് അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ എന്തായാലും ഇമ്പൾസ് റെസ്പോൺസ് തരും. h of t is equal to ഒരു വാല്യൂ തരും. അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ ജസ്റ്റ് നോർമൽ ഇന്റഗ്രേഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ അതിൽ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന സിസ്റ്റം റെസ്പോൺസ് ഇമ്പൾസ് റെസ്പോൺസിന്റെ കൂടെ u of t എന്നുള്ള ടേം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ആ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്ത് 0 to infinity വരെ എഴുതാൻ പറ്റും. ആ റേഞ്ചിൽ u of t ന്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, പിന്നെ ചെറിയൊരു ടേം ലെഫ്റ്റ് ഉണ്ടാവും. പിന്നെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനലി ചെക്ക് ചെയ്യുക വെദർ ദ ഒബ്റ്റെയിൻഡ് വാല്യൂ ഇസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ എന്തായിരിക്കും? സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. എല്ലാ ഗ്രേറ്റർ ദാൻ ഇൻഫിനിറ്റി വിച്ച് മീൻസ് അത് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. ഒരു ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്ന വാല്യൂ ആണെങ്കിൽ എന്തായിരിക്കും? അതൊരു ഇൻഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ അതെന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പം ഇത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്, ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ ഇത് സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഈ എച്ച് ഓഫ് ടി ഇമ്പൾസ് റെസ്പോൺസിന് പല രീതിയിലും ചോദിക്കാം. പല സിസ്റ്റത്തിന്റെയും നമുക്ക് സ്റ്റെബിലിറ്റി ചെക്കിങ് ചോദിക്കാം. സോ എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഇമ്പൾസ് റെസ്പോൺസ് തരും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അതിന്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വി ഹാവ് ടു ചെക്ക് ദ കോസാലിറ്റി ഓഫ് ദ സിസ്റ്റം അല്ലെ? കോസാലിറ്റി ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് എ സെക്കൻഡ് കേസ്. Causality പറഞ്ഞത്, if an atom to be stable, then its impulse response should be equal to 0 for t less than 0. അല്ലെ? അതാണ് കണ്ടീഷൻ. ഓക്കെ, എന്താണ്? h of t equal to 0 for t less than 0. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എന്താണ്? തന്നിരിക്കുന്ന സിസ്റ്റം കോസൽ ആണ്. ഓക്കെ, നമ്മുടെ സിസ്റ്റം എന്താണ്? h of t is equal to e raised to minus at u of t ആണ്. ഓക്കെ, ഇത് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ആയിട്ടുള്ള സിഗ്നൽ ആണ്. ആൻഡ് ഓൾസോ ഇ റേസ് ടു മൈനസ് at യു ഓഫ് ടി ആണ്. അപ്പൊ പോസിറ്റീവ് സൈഡിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. ഓക്കെ, ഇവിടെ 1 ആയിരിക്കും. ഈ സിഗ്നൽ എന്താണ്? ഇ റേസ് ടു മൈനസ് at യു ഓഫ് ടി ആണ്. ഓക്കെ, ഇ റേസ് ടു മൈനസ് at മീൻസ് എന്താണ്? എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ആണ്. ആൻഡ് ഓൾസോ ഇൻറ്റു യു ഓഫ് ടി ഉണ്ട്. സോ ഇതിന് പോസിറ്റീവ് സൈഡിൽ മാത്രമേ വാല്യൂ ഉണ്ടാകുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് ഇ റേസ് ടു മൈനസ് at യു ഓഫ് ടിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ്? എച്ച് ഓഫ് ടി ഹാസ് വാല്യൂസ് ഓൺലി ഇൻ റൈറ്റ് സൈഡ് അല്ലെ? ഇറ്റ് ഈസ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ അല്ലെ? എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ടി ലെസ് ദാൻ 0 എന്നുള്ള റേഞ്ചിൽ എന്താണ്? എച്ച് ഓഫ് ടിക്ക് വാല്യൂ ഇല്ല. അപ്പൊ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ. And also here h of t is equal to 0 for t less than 0. Okay, condition satisfy ചെയ്യുന്നുണ്ട്. Therefore, system is causal.
ഓക്കെ, ക്ലിയർ ആണോ? കോസാലിറ്റി ഇങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്യേ വേണ്ടുള്ളൂ. അത് റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണോ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണോ എന്ന്. റൈറ്റ് സൈഡഡ് സിഗ്നൽസ് ഒക്കെ എന്താണ്, കോസലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ചെക്കിംഗ് ഓഫ് ആൻ LTI സിസ്റ്റം. ഓക്കെ, നിങ്ങൾക്ക് നോർമലി ഇതുപോലെ ന്യൂമറിക്കൽസ് ആയിട്ടാണ് ചോദിക്കുക. ഇനി സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ചെക്കിംഗ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നോട്ടിലും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രീ റെക്കോർഡഡ് വീഡിയോയിൽ ഒരു അതിന്റെ നോട്ട്സും ഉണ്ട്, അതിന്റെ ഒരു ഡെറിവേഷനും ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, എന്താണ് സ്റ്റേബിൾ ആണെങ്കിൽ ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി മോഡ് h ഓഫ് t dt ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. ഓക്കെ, നമുക്കിത് ചെയ്തപ്പോൾ നോക്ക് 1/a എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ്, ഇത് സ്റ്റേബിൾ ആണ്. കോസാലിറ്റി ചെക്കിംഗ് ആണെങ്കിൽ h ഓഫ് t ഷുഡ് ബി ഈക്വൽ ടു 0 ഫോർ t ലെസ് ദാൻ 0. ഓക്കെ, ഹിയർ നമുക്ക് റൈറ്റ് സൈഡഡ് സീക്വൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇത് സിഗ്നൽ എന്താണ്, കോസൽ ആണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ?